ഹലോ ഹായ് ഇറ്റ്സ് മീ യുവർ സിനിമ ചേട്ടൻ. ഞാൻ സത്യത്തിൽ 5 ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ പരിചയപ്പെടുത്താം എന്നൊക്കെ ഒരു എപ്പിസോഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് പനി വന്ന് കിടപ്പിലായി പോയത്. അതുകൊണ്ടാണ് ഒരു 2-3 ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ തീരെയും വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. എന്നിരുന്നാൽ പോലും നിങ്ങളെ കാണാതെ, നിങ്ങളെ മുന്നിൽ വരാതെ എനിക്കെന്തോ ഒരു മനസ്സിലൊരു സുഖം തോന്നാത്തത് കൊണ്ട് ഞാൻ സത്യത്തിൽ ഇന്ന് ഒരു ചിത്രത്തിന്റെ വിശേഷമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് 2024 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സിംപ്ലി സൗത്ത് വഴി പുറത്തിറങ്ങിയ കൽവൻ എന്ന ചിത്രത്തിന്റെ തമിഴ് ചിത്രത്തിന്റെ വിശേഷമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ മൂവി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. PV ശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ JV പ്രകാശ് കുമാറാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. JV പ്രകാശ് കുമാർ തന്നെയാണ് അതിന്റെ സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. പാട്ടുകളൊക്കെ ഗംഭീര പാട്ടുകൾ തന്നെയാണ്. കൽവൻ എന്ന ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡ്രാമ, ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചിത്രത്തിന്റെ ഒരു പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 2 കള്ളന്മാരുടെ ഒരു കഥയാണ്. അതായത് JV പ്രകാശ് കുമാർ ഒരു മെയിൻ കള്ളനാണ്, അയാളുടെ ഒരു സുഹൃത്തുണ്ട്. ആ ഒരു സുഹൃത്ത് ഇവർ 2 പേര് ചേർന്ന് ചെറിയ മോഷണങ്ങൾ, അതായത് വലിയ തരത്തിലുള്ള ബാങ്ക് റോബറീസും ATM റോബറീസും ഒന്നുമല്ല, ചെറിയ തരത്തിലുള്ള, അതായത് ചെറിയ ചെറിയ വീടുകളിലൊക്കെ കയറി ചില്ലറ പൈസ മോഷ്ടിക്കുകയും, അതുപോലെ തന്നെ ഈ കല്യാണ മണ്ഡപത്തിന്റെ ഒക്കെ മുന്നിൽ 2 വാഴയും കൊലയോ ആയിട്ടൊക്കെ നിർത്തിയിരിക്കുമല്ലോ, ആ കൊലയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കടയിൽ വിൽക്കുക, അതുപോലെ ബൈക്കിന്റെ പെട്രോൾ മോഷ്ടിക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ തോതിലുള്ള മോഷണങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന 2 വ്യക്തികളാണ് ഈ JV പ്രകാശ് കുമാറും അദ്ദേഹത്തിന്റെ സുഹൃത്തും. അപ്പൊ ഈ കഥ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ തന്നെ ഒരു ഉൾഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അതായത് അധികം വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറെ ജനങ്ങളൊക്കെയാണ്. അപ്പൊ അവർക്കിടയിൽ ഈ 2 കള്ളന്മാരിങ്ങനെ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അങ്ങനെ അവർ ജീവിക്കുന്ന ആ ഒരു ഗ്രാമത്തിൽ മോഷണം ചെയ്ത് അവിടെ ഒരു കള്ളൻ എന്നുള്ള പേര് വരികയും അവിടെ മോഷ്ടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ദൂരം മാറി മറ്റൊരു ഗ്രാമത്തിലേക്ക് ഇവരുടെ മോഷണം ലക്ഷ്യമാക്കി ഇവർ പോവുകയാണ്. അങ്ങനെ ആ ഗ്രാമത്തിന്റെ ഒരു വീട്ടിനുള്ളിൽ ഇവർ മോഷ്ടിക്കാനായി കയറുമ്പോൾ പെട്ടെന്ന് ആ വീട്ടിലൊരു പെൺകുട്ടിയെ കാണുകയും നമ്മുടെ JV പ്രകാശ് കുമാറിന് ചെറിയൊരു ക്രഷ് തോന്നുകയും പിന്നെ അത് വലിയൊരു പ്രണയത്തിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നു. അതായത് വൺ സൈഡ് ലവ്. JV പ്രകാശ് കുമാറിന് ആ പെൺകുട്ടിയോട് പെട്ടെന്നൊരു പ്രണയം തോന്നുന്നു. ശേഷം തുടർന്ന് സിനിമയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലവ് ട്രാക്കിലേക്കാണ് പോകുന്നത്. ആ ഒരു ലവ് ട്രാക്ക് ചിത്രത്തിന്റെ ആദ്യ പകുതി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയെ കാണാനായി ഒരു വൃദ്ധസദനത്തിലേക്ക്, അതായത് ഒരു മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി ഈ പെൺകുട്ടി ഒരു വൃദ്ധസദനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ JV പ്രകാശ് കുമാർ ആ വൃദ്ധസദനം പെയിന്റ് അടിക്കാനായി, ഒരു പെയിന്റ് അടിക്കാരനായിട്ട് ആ വൃദ്ധസ്ഥാനത്തിലേക്ക് പോവുക. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ മറ്റൊരു കഥാപാത്രത്തെ കാണിക്കുകയാണ്. അതായത് ഭാരതി രാജയെ അവിടെ വെച്ച് കാണുകയാണ്. അതായത് അനാഥനായി, ആരും തന്നെ ഏൽക്കാനില്ലാതെ, അല്ലെങ്കിൽ മക്കളോ കാര്യങ്ങളോ ആരുമില്ലാതെ ഒരു അനാഥനായി അവിടെ ജീവിക്കുകയാണ് നമ്മുടെ ഭാരതി രാജ. അങ്ങനെ ഈ ഭാരതി രാജയുടെ ഈ ഒരു അവസ്ഥ കണ്ട് നമ്മുടെ JV പ്രകാശ് കുമാറിനും അതുപോലെ തന്നെ ആ JV പ്രകാശ് കുമാർ പ്രണയിക്കുന്ന ആ പെൺകുട്ടിക്കും വളരെയധികം ഒരു നിസ്സഹായത തോന്നുകയാണ്. അപ്പൊ ഈ ഒരു കാഴ്ച കാണുമ്പോഴാണ് നമ്മുടെ JV പ്രകാശും ആലോചിക്കുന്നത്. അതായത് അയാളും ഒരു അനാഥനാണ്. അപ്പൊ അയാൾക്ക് ഒരു അച്ഛനായിട്ട് അല്ലെങ്കിൽ ഒരു മുത്തച്ഛനായിട്ട് ഈ ഒരു വൃദ്ധസദനത്തിൽ നിന്നും ഭാരതി രാജയെ കൊണ്ടുപോയാൽ കൊള്ളാം എന്നൊരു ആശയത്തിലേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു ആശ്രമം വെച്ച് സംസാരിക്കുകയും തുടർന്ന് കോടതി ഉത്തരവുകളൊക്കെ വാങ്ങിയ ശേഷം ഭാരതി രാജയെ ഈ 2 കള്ളന്മാർ കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇനി ചിത്രത്തിൽ നടക്കാനിരിക്കുന്നതാണ് സത്യത്തിൽ ഇതിന്റെ യഥാർത്ഥ ട്വിസ്റ്റ്, അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ ഒരു കഥാ പശ്ചാത്തലം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സത്യത്തിൽ ഈ JV പ്രകാശ് കുമാറും ഈ സുഹൃത്തായ ഈ കള്ളനും ഈ ഒരു വൃദ്ധനെ ഈ ഒരു വൃദ്ധസ്ഥാനത്തിൽ നിന്നും കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഗൂഢമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടാണ്. പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഈ 3 പേരുടെ, ഈ വൃദ്ധന്റെയും JV പ്രകാശ് കുമാറിന്റെയും ആ സുഹൃത്തിന്റെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഗംഭീരമായ കുറെ സംഭവങ്ങൾ തന്നെയാണ്. അതിൽ കുറച്ച് രസിപ്പിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്, കുറെ ത്രില്ലടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ തുടർന്ന് പോകുന്ന കുറെ കാര്യങ്ങളാണ് ഈ ഒരു കൽവൻ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. ആദ്യം പറഞ്ഞതൊക്കെ അതിന്റെ ഒരു ബേസ് സ്റ്റോറി മാത്രമാണ്. അതായത് ആ ഒരു ചിത്രത്തിലേക്ക്, അതിന്റെ യഥാർത്ഥ റിയൽ സ്റ്റോറിയിലേക്ക് കടക്കും മുമ്പ് കാണിക്കുന്ന കുറെ സംഭവങ്ങളൊക്കെയാണ് അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയാം. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് ഇരുന്ന് കാണാനായിട്ടുള്ളൊരു കുറെ സംഭവങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയാം. അത്യാവശ്യം ഒരു 1 ടൈം വാച്ചബിൾ, അതായത് OTT-യിൽ കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം എന്ന നിലയിൽ അത്യാവശ്യം നമുക്ക് 1 ടൈം വാച്ചബിൾ ആയിട്ട് വളരെയധികം രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് കൽവൻ എന്ന ഈ ഒരു ചിത്രം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചിത്രം ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ പനിയൊക്കെ പൂർണ്ണമായിട്ട് മാറിയതിനു ശേഷം മറ്റ് ഗംഭീരമായ സിനിമകളുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ടിൽ ദെൻ, ബൈ ബൈ.